മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആഴിമലയിൽ കണ്ണെത്താ ദൂരത്ത് പൊങ്ങി നിൽക്കുന്ന ശിവൻ്റെ ഈ ഒരു വിഗ്രഹം കാണാനായിട്ടാണ് എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇതുകൂടാതെ ഇവിടെ ഇതിൽ നന്ദികേശൻ്റെ രൂപം പ്രത്യേകം മാറ്റിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട അർച്ചനകളടക്കമുള്ള കാര്യങ്ങൾ, അതായത് വരുത്തുന്ന വഴിപാട്, അർച്ചന എന്ന് പറയാൻ പറ്റില്ല, നടത്തുന്ന വഴിപാടുകളടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ അധികം റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഇതാണ്. രാവിലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. 10 മണിക്കാണ് ഞങ്ങൾ കയറി കണ്ടത്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ക്ഷേത്രത്തിനകത്തേക്ക് ഈ ക്ഷേത്രത്തിനകത്തേക്കല്ല, ഈ ഒരു വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് കയറാനായിട്ട് 20 രൂപ പാസ് ടിക്കറ്റ് ഉണ്ട്. അതുകൂടാതെ ക്ഷേത്രത്തിനകത്ത് കയറി നമുക്ക് തൊഴുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പുറകിലൊരു ബീച്ചുണ്ട്. ബീച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു സെറ്റ് ബീച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് കുറച്ച് എൻജോയ് ചെയ്തിട്ടും നമുക്ക് തിരിച്ചു പോകാം. ഇത് ഏത് ബീച്ചാണ് എന്നൊരു ഇത് കിട്ടിയില്ല. കോവളം ബീച്ച് എന്നാണ് ലൊക്കേഷനിൽ കിടക്കുന്നത്. കോവളം ബീച്ചാണോ എന്ന് എനിക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഈ ശിവക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഈ നിവർന്ന് വിരിഞ്ഞ് കിടക്കുന്ന ഈ ഒരു ബീച്ചിൽ ഒത്തിരി കാഴ്ചകൾ കാണാനായിട്ട് ആൾക്കാർ എപ്പോഴും ഇറങ്ങുന്നുണ്ട്. ഞങ്ങളാ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. ആ വെയിലത്ത് പോലും ആൾക്കാർ നിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഈ ബീച്ച് സൈഡ് നിൽക്കുമ്പോൾ ഇത്രയും വെയിലിൻ്റെ ഒരു ഇത് വരുന്നില്ല. അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള തൊട്ടിൽ കെട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പം ഈ ഒരു കാഴ്ചകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം അവിടുത്തെ തിരുവനന്തപുരം മ്യൂസിയം കയറാം. അതേപോലെ തന്നെ ഒരു നമ്മുടെ സൂ ഉണ്ട്. അവിടെ എല്ലാം കയറി നമുക്ക് യാത്ര ചെയ്തിട്ട് വേണം തിരുവനന്തപുരത്തോട്ട്. പിന്നെ പൊന്മുടി, മാക്സിമം നേരത്തെ ഈ ക്ഷേത്രത്തിലൊക്കെ വരുവാണെങ്കിൽ ഇത്രയും സ്ഥലങ്ങൾ കണ്ടിട്ട്, അതായത് തിരുവനന്തപുരം സൂവിലൊക്കെ കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അവിടെ 450 രൂപയാണ് മറ്റേ ബാറ്ററി വണ്ടിക്ക്. ആ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് കണ്ടിറങ്ങാൻ പറ്റും. അങ്ങനെ കണ്ടിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവർ മ്യൂസിയം കണ്ട് അതിനപ്പുറത്ത് പൊന്മുടിയും നമുക്ക് കണ്ടിട്ട് വരാനായിട്ടുള്ള ഒരിതുണ്ട്. ഇപ്പം പിന്നെ തിരുവനന്തപുരത്ത് കുറച്ചുകൂടെ, ഞാൻ എല്ലാ മൃഗങ്ങളുടെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. തിരുവനന്തപുരം സൂവിലാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ കരടി, അതേപോലെ തന്നെ പുതിയ കുറച്ച് ടൈഗേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷകരമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ. ഈ ടൂറൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ കുട്ടികളെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിത് സപ്പോർട്ടൊക്കെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.